ഹായ് ഡിയേഴ്സ്. അപ്പോൾ എലിമെന്ററി കാൽക്കുലസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റൻ ആണ് ഇന്റഗ്രൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ. ഇത് ഡെഫിനറ്റ് ഇന്റഗ്രൽ ആണ് തന്നിട്ടുള്ളത്. ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി ആണ്. അതേപോലെ തന്നെ ഇന്റഗ്രൽ വൺ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് സി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? സോ ഇവിടെ തന്നിരിക്കുന്നത് ഇന്റഗ്രൽ 0 to 2 എക്സ് സ്ക്വയർ മൈനസ് 2 ഡി എക്സ് ആണ്. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നുണ്ടായിരിക്കുക? അപ്പം നമുക്ക് വരാം എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ആണ്. അപ്പം എന്താ 2 plus 1 ഡിവൈഡഡ് ബൈ 2 plus 1 പ്ലസ് സി. അപ്പോൾ 2 plus 1 എന്ന് പറഞ്ഞാൽ എന്താണ് 3. അപ്പോൾ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി എന്നാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 3/3 മൈനസ് 2 എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് വരും, ഒരു എക്സ് എന്നുള്ള ആൾ വരും. ഏതാണ് റേഞ്ച്? 0-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണ്. ഇനി ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക, അതായത് 2 ഇട്ട് കൊടുക്കുക. സോ എക്സിൻ്റെ സ്ഥലത്തേക്ക് 2 കൊടുക്കുക. 2³/3 മൈനസ് 2 × 2. ഇനി നെക്സ്റ്റ് മൈനസ് 0³/3 മൈനസ് 2 × 0. ഈ ഒരു ടേം സ്വാഭാവികമായിട്ട് എന്തായി പോയിട്ടുണ്ടാവും, 0 ആയി പോയിട്ടുണ്ടാകും. കാരണം എന്താ, 2 × 0 0 ആണ്. ഇതും എന്താണ് 0. സോ 0 - 0 എന്താണ്, സ്വാഭാവികമായിട്ടും 0 തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നുണ്ടായിരിക്കാം, ദിസ് ഈസ് ഈക്വൾ 2³ എന്ന് പറഞ്ഞാൽ എന്താണ് 8 ആണ്. അപ്പോൾ 8/3 മൈനസ് 2 × 2 4 ആണ്. സോ ദിസ് ഈസ് ഈക്വൾ ടു, ഞാൻ ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്ത് വരും, 8 - 4 3s are 12 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൾ ടു മൈനസ് 4/3 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.